ഭർത്താവിനെതിരെ മുൻപ് കുടുംബ കോടതിയെ സമീപിച്ച 40-കാരി നിരന്തര കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് വീട് വിട്ടു പോവുകയായിരുന്നുവെന്നാണ് കണക്കാക്കുന്നത്. നിരണം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ കാടുവെട്ടിൽ വീട്ടിൽ റീന കെ ജെയിംസ്, മക്കളായ 8 വയസ്സുകാരി അക്ഷര, 6 വയസ്സുകാരി അൽക്ക എന്നിവരെയാണ് ഈ മാസം 17 മുതൽ കാണാതായത്. കടപ്ര കണ്ണശ സ്മാരക സ്കൂളിലെ 3-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അക്ഷര. അൽക്ക 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഴിഞ്ഞ 21-ാം തീയതി വ്യാഴാഴ്ച ദിവസം റീനയുടെ ഭർത്താവ് ഒരു 9 മണിയായി, രാത്രി 9 മണിയായപ്പോൾ ഇവിടെ വന്ന് പറയുകയാണ്, ഇതുപോലെ റീനയും പിള്ളേരും ഇവിടെ ഉണ്ടോ എന്ന് ആദ്യം ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അവളെ പിള്ളേരെയും കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്നാ കാണാതായെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു 2 ദിവസമായി കാണാതായിട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു 2 ദിവസമായിട്ട് ഇപ്പോഴാണോ നീ വന്ന് പറയുന്നതെന്ന് ചോദിച്ചപ്പം അവൻ എന്നോട് പറഞ്ഞത് ഇത് ഇവിടെ കാണുമെന്ന് വിചാരിച്ചെന്ന്. അന്നേരം ഞങ്ങൾ പറഞ്ഞു എന്നാൽ പോലീസിൽ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു വേണ്ട, പോലീസിലൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എല്ലാം നമ്മൾ പോയി അന്വേഷിക്കുകയൊക്കെ ചെയ്തു. നമ്മൾ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തിരിക്കും. ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഇനി പോലീസുകാർ ഇത് ചെയ്താൽ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പേടിയാണ്. റീനയും മക്കളും ഓട്ടോ ഡ്രൈവറായ ഭർത്താവ് അനീഷ് മാത്യുവിനൊപ്പമാണ് ആലുംതുരുത്തി ചന്തയ്ക്ക് സമീപം വാടക വീട്ടിൽ താമസിച്ചു വന്നത്. മൂവരെയും കാണാതായ വിവരം റീനയുടെ സഹോദരൻ റിജോയാണ് പുളിക്കീടി പോലീസിൽ അറിയിച്ചത്. വന്നിട്ട് പോയത് സംസാരിക്കാനോ പറ്റിയില്ല. കുടുംബ കോടതിയിലെ കേസിന് പിന്നാലെ സമവായ നീക്കത്തിനൊടുവിലാണ് ഇരുവരും ഒരുമിച്ച് താമസം തുടങ്ങിയത്. ശേഷവും അനീഷ് മാത്യു മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നുവത്രേ. ശല്യം സഹിക്കവയ്യാതെ റീന മക്കളെ കൂട്ടി നാടുവിട്ടു എന്നുള്ളതാണ് പോലീസ് നിഗമനം. അന്വേഷണത്തിനായി തിരുവല്ല ഡിവൈഎസ്പി നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.